ഗുവാഹട്ടിയിൽ നിന്നുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇങ്ങോട്ട് വന്നത് പിന്നെ കാസിരംഗയെന്നാണ് കേട്ടോ. കാസിരംഗയെന്ന് ഇന്നലെ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങിയതിന് ശേഷം പിന്നെ ഇവിടെ വന്നു. അതായത് ഇതൊരു ഗുവാഹട്ടിയിലൊരു പെട്രോൾ പമ്പാണ്. ഇവിടെ വന്നുകൊണ്ട് ഇവിടെ ചോദിച്ചപ്പോൾ അവര് ഇവിടെ ടെൻ്റ് അടിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ടെൻ്റ് അടിച്ചു. പിന്നെ കുറേ ഡ്രസ്സുകൾ അലക്കാണ്ടായിരുന്നു, അതൊക്കെ അലക്കി കഴിഞ്ഞു. കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ടെന്റ് ഇതാ ഇവിടെയാണ്. പിന്നെ ടെന്റിന്റെ ഉള്ളിലാണ് എല്ലാ സാധനങ്ങളും. പിന്നെ ഒരു പാൻറ്, ടീഷർട്ട് ഇതൊക്കെ ഇവിടെ അലക്കിയിട്ടിട്ടുണ്ട്. പിന്നെ നല്ല വെയിലുണ്ട് കേട്ടോ ഇവിടെ, പെട്ടെന്ന് ഉണങ്ങും. അതുപോലെ ഒരു പാൻറ് ഇവിടെ ഉണക്കിയിട്ടുണ്ട്. പിന്നെ ഈ കയറ് ഞാൻ വന്നപ്പോൾ മേടിച്ചതാണ്, എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടാകുമ്പോൾ കെട്ടാന്ന് വിചാരിച്ചുകൊണ്ട്. പിന്നെ ആ ബാഗ് പൊട്ടിപ്പോയിരുന്നു. ആ ബാഗ് പൊട്ടിപ്പോയപ്പോൾ അത് കെട്ടാൻ വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ അതിങ്ങനെ അയലൊക്കെ കെട്ടിയിട്ട് ഡ്രസ്സുകൾ ഉണക്കാനൊക്കെ ഉപയോഗിക്കാം. ഈ ബക്കറ്റ് പിന്നെ അവിടുന്ന് ഒരു വണ്ടിക്കാരൻ്റെ അടുത്ത് നിന്ന് മേടിച്ചാട്ടോ. ഞാൻ ഡ്രസ്സ് അലക്കിയിട്ട് തരാമെന്ന് പറഞ്ഞ് മേടിച്ചതാണ് അവിടുന്ന്. അപ്പോൾ ഇതുപോലത്തെ യാത്രകളിലൊക്കെ പിന്നെ അലക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഇങ്ങനെ പെട്രോൾ പമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഉള്ള സൗകര്യങ്ങൾ വെച്ചാണ്ട് അലക്കേണ്ടി വരും. ഇപ്പൊ കണ്ടില്ല, ഇവിടെ ഒരു പെട്രോൾ പമ്പിൽ നിന്നാണ് ഡ്രസ്സൊക്കെ അലക്കണത്. ഇനി ഇത് അലക്കിയിട്ട് വേണം കുളിക്കാന്. അപ്പൊ എന്നിട്ട് ഇവിടെ വെയിലുണ്ട്, ഇപ്പൊ എന്നിട്ട് ഉണക്കണം. അങ്ങനെയൊക്കെ പരിമിതമായ സൗകര്യങ്ങളില് പിന്നെ യാത്ര ചെയ്യാന്നുള്ളതാണ്. കാരണം ഒരു ബഡ്ജറ്റ് ട്രാവലർ ആവുകൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. അപ്പൊ അടുത്ത ബക്കറ്റും അലക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ രണ്ടാമത്തെ ബക്കറ്റാണിത്. പമ്പുകാർ ഇവിടുന്ന് ഓടിച്ചു വിടൂലേക്കും. കാരണം ഇവിടെ അലക്കുക ഉണക്കുക അതൊക്കെയാണ് പരിപാടി. ഇനി ഇതിവിടെ ഉണക്കടട്ടെ. അപ്പൊ ഡ്രസ്സുകളൊക്കെ അലക്കിയിട്ടുണ്ട്. ഇനി പിന്നീട് ഇവിടെ ഇങ്ങനെ ഇടണം. പണിയാണ് സംഭവം. യാത്രയിൽ ഇതൊക്കെ പിന്നെ ഇങ്ങനെയൊക്കെ തന്നെയാണ് പരിപാടി. അല്ലാതെ വലിയ റൂം എടുത്തോ അങ്ങനെയൊന്നും നടക്കൂലല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. ഇതൊക്കെയാണ് യാത്രേന്റെ ത്രില്ല്, രസം. ഇതൊക്കെ തന്നെയാണ്. പിന്നെ എല്ലാ സ്ഥലത്തൊന്നും അലക്കാനും കഴിയൂല. അപ്പൊ കിട്ടുന്ന സ്ഥലത്തുനിന്നൊക്കെ ഇങ്ങനെ അലക്കുക ഉണക്കുക. അപ്പൊ ഇവിടെ നല്ല വെയിലുണ്ട്. മറ്റേ അരുണാചലിലും ഇവിടെ ഒന്നും ഫുള്ള് മഞ്ഞാവുകൊണ്ടേ ഉണക്കാനും അലക്കാനൊന്നും പറ്റൂല. അപ്പൊ ആസാമിൽ വന്നപ്പോഴാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഈ ലോറിയത്തെ ഡ്രൈവറാണ് ബക്കറ്റ് തന്നത്. അപ്പൊ അതിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഫുള്ള് വെള്ളം നിറച്ചാണ് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ ലോറികളാട്ടോ. കണ്ടില്ലേ, നിരനിരയായി കിടക്കുകയാണ്. കാരണം ഇവിടെ ഈ പമ്പിൽ ഒരുപാട് സ്ഥലമുണ്ട്. ഇവിടെ മാത്രമല്ല അപ്പുറത്തും ഉണ്ട് ഒരുപാട് സ്ഥലം. അപ്പോൾ ഇവർക്കൊക്കെ പാർക്ക് ചെയ്യാനും ലോഡ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണെന്ന് അപ്പം ഇവരൊക്കെ പറഞ്ഞത്. ടെൻറ്റിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ ലോഡ് നിറഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ബ്ലാങ്കറ്റ്, ബാഗ്, ഇത് സാധനങ്ങളൊക്കെ നിറഞ്ഞ് കിടക്കുകയാണ്. പിന്നെ ചാർജ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ് കേട്ടോ. ഈ ഒരു സാധനം വെച്ചിട്ടാണ് ചാർജ് ചെയ്യണത്. ഇത് ഇതിൻ്റെ ഉള്ളിലാവും വെക്കുക. ഇതാ ഇങ്ങനെ ചാർജ് ചെയ്ത് അവിടെ അതിൻ്റെ ഓണ് ഓഫൊക്കെ ഇവിടെയാണ്. ഇത് ഓഫ്, ഇത് ഓണ്. അപ്പം എങ്ങനെയൊക്കെയാണ് ചാർജിങ് പരിപാടികളൊക്കെ. ഇന്നിപ്പോൾ ഇവിടുന്ന് പോകാൻ പറ്റും തോന്നണില്ല കേട്ടോ. കാരണം ഡ്രസ്സുകൾ മൊത്തം ഉച്ചക്കാണ് അലക്കിയത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പോൾ വെയിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വെയിലൊക്കെ പോയി, ഒക്കെ അതേപോലെ കിടക്കുന്നുണ്ട്. ഇതിപ്പോൾ ഉണങ്ങാതെ ഇപ്പോൾ ഇവിടുന്ന് പോകാനും പറ്റില്ല. ആ ഒരു അവസ്ഥയായിട്ടുണ്ട് ഇപ്പോൾ. അപ്പൊ ഇത്രയും ലോറിക്കാർ ഇവിടെ കിടക്കുമ്പോൾ ഇവരെ ടയർ പഞ്ചറായത്, അതുപോലെ നിലവിൽ ഇപ്പൊ പഞ്ചറായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ പഞ്ചറായ ടയർ ഒട്ടിക്കാനും കാറ്റടിക്കാനും ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ ഇവിടെ പഞ്ചറും കടയൊക്കെ ഉണ്ട്. കേട്ടില്ലേ, അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ പിന്നെ ലോറിക്കാരൊക്കെ മിക്കവാറും കൂടുതൽ ആൾക്കാർ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ഇവിടെ കുറെ ആൾക്കാർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞിട്ടാവും കൂടുതൽ ആൾക്കാർ ഉണ്ടാക്കുക. ഇവിടെ കുറച്ച് ലോറിക്കാർ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അവരതൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. കിതർ ആ അപ്പുറത്ത് കൂടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അപ്പുറത്ത് കൂടെ ചെല്ലട്ടെ. കേറട്ടെ. ഹലോ ഹലോ ഭയ്യ, ക്യാ കരേഗാ ഇധർ? ഖാനാ ബനായാ? ആ ഇവിടെ ഉള്ളി തക്കാളിയൊക്കെ മുറിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവര് ലോറിക്കാരൊക്കെ ഇതിന്റെ ഉള്ളിലാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കല്. आप इधर खाना बनाया लोरी का अंदर? हाँ ठीक है. नाम क्या आपका? आफ्ताब. आफ्ताब. आपका? मोहम्मद अनस. कहाँ से आप? यूपी से. अच्छा अच्छा, बढ़िया. क्या बनाया आज? दाल मटर. हाँ सभी उसमें डालेगा. दाल में बढ़िया सा बनाएगा. चावल
चावल नहीं, रोटी रोटी हाँ रोटी अच्छा रोटी बनाएगा हाँ मांड के അപ്പൊ എങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവരെ ലോറി ജീവിതങ്ങള്. കണ്ടില്ലേ ഇവരൊക്കെ ഇങ്ങനെ വീട്ടിൽ നിന്നൊക്കെ വന്ന് ദൂരെ യാത്ര ചെയ്ത് ഇങ്ങനെയൊക്കെയാണ്. ആ ലോഡ് ലോഡ് कहाँ से यहाँ से ही है क्या नौगांव से काशीपुर उत्तराखंड काशीपुर उत्तराखंड ठीक है कब जाएगा रात को जाएगा अच्छा ठीक है खाना खा के निकल जाएगा अच्छा अच्छा അപ്പോ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ലോറി ജീവിതങ്ങൾ. ഇവർ കടക്കണതും ഇവിടെ തന്നെയാണ്, ഭക്ഷണം ഉണ്ടാക്കണതും ഇവിടെ തന്നെയാണ്, എല്ലാ പരിപാടികളും ഇതിന്റെ ഉള്ളിൽ തന്നെയാണ്. കണ്ടില്ലേ ഇങ്ങനെയൊക്കെയാണ് ഇവരെ ജീവിതങ്ങള്. അപ്പൊ ഓരോ മനുഷ്യന്മാരും ഓരോ തരത്തിലാണല്ലോ ജീവിക്കണത്. അപ്പൊ ഇവർക്കിത് പ്രശ്നമൊന്നുമില്ല. തൊട്ടപ്പുറത്തുള്ള ലോറിയിൽ ഇതേമാതിരി ഭക്ഷണം ഉണ്ടാക്കുക കേട്ടോ. ഭയ്യാ കേസാ കാനവനായ ഇതറേ ഇവരും തന്നെ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതാ പല പല സാധനങ്ങള്, ഇതാ കോളിഫ്ലവർ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരാള് കടക്കുന്നുണ്ട് കേട്ടോ, കടന്ന് വീഡിയോ കോളൊക്കെ ചെയ്യാണ്. നാം ക്യാ ആപ്കാ? इस्लाम इस्लाम कहाँ से? इस्लाम अली मुर्दाबाद यूपी अच्छा कल जाएगा ആ जाएगा कल जाएगा आज कल में जाएगा ആ ഓക്കെ 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 ആ അപ്പൊ ഇവരെ ജീവിതങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഓരോ ലോറിക്കാരും കണ്ടില്ല ഇതിന്റെ ഉള്ളിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. കുടിവെള്ളം അവിടെ ഉണ്ട്. ഒരു കിച്ചൺ പോലെയാണ്, കിച്ചണും ഒരു ബെഡ്റൂം ഒക്കെ തന്നെയാണ് ഇത് അല്ലേ. ഇന്നലെ രാത്രി ഞാൻ ഇവിടെ വന്നപ്പോ ഒരു ലോറിക്കാരന്റെ ഇതെന്നാണ് ഞാൻ ഭക്ഷണം കഴിച്ചത്. ഒരു നേപ്പാളിയായിരുന്നു. അപ്പൊ എന്നോട് ഭക്ഷണം കഴിച്ചു ചോദിച്ചപ്പോ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായില്ല. അപ്പൊ എന്നോട് കഴിക്കാന്ന് അറിഞ്ഞു. പിന്നെ അദ്ദേഹം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്, കുറച്ച് ഭക്ഷണമൊക്കെ ബാക്കിണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ ലോറിന്റെ ഉള്ളിൽ നിന്നാണ് ഭക്ഷണമൊക്കെ കഴിച്ചത്. ഇവര് പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നത് പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ. ഇവര് കുറച്ച് വലിയ പരിപാടിയാണ്. ഈ പെട്ടിയിൽ കണ്ടില്ലേ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. മല്ലി മുളക് പൊടികൾ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. അതുപോലെ ഉള്ളി തക്കാളി മുളക് ഒക്കെ വലിയ പരിപാടിയാണ് ഇവർക്ക്. खाना बनाया भैया? हाँ खाना बना रहा है। हाँ कहाँ से आप लोग? हम लोग पंजाब से। पंजाब से? पंजाब में किधर है? मुक्का डिस्ट्रिक्ट। कभी आया इधर? कल आया हाँ अच्छा आपका गाड़ी किधर है? हाँ हाँ दो गाड़ी അപ്പൊ 2 ലോറിയാണ് കേട്ടോ വരുത്. വലിയ ലോറി കേട്ടോ വരുത്. വമ്പം പരിപാടി കേട്ടോ. ലോഡ് नहीं हुआ अभी। हाँ कल किधर से आएगा मिलेगा इधर बर्नियाड से। हाँ बर्नियाड से हाँ अच्छा ठीक है. മൊത്തത്തില് ഈ സൈഡിൽ തന്നെ ഒരു 30ഓളം ലോറികൾ ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ പമ്പിന്റെ അപ്പുറത്ത്, പമ്പ് അവിടെയാണ്, അവിടെയും കുറച്ച് വണ്ടികളൊക്കെ അവിടെയും കിടക്കുന്നുണ്ട്. അങ്ങനെ ഇത് ഒരുപാട് ലോറികൾ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതില് ലോഡ് നിലവിലുള്ള ആൾക്കാരും ഉണ്ട്, ലോഡിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെയുള്ള പല പല രീതിയിലാണ് ഇവിടെ ആൾക്കാർ നിൽക്കുന്നത്. ചിലര് 2 ദിവസവും അല്ലെങ്കിൽ ചിലർ ഇന്ന് പോണോലുണ്ട്, ഇന്ന് വന്നോലുണ്ട്, നാളെ പോണോലുണ്ട്. അങ്ങനെയൊക്കെയാണ്. അവര് കണ്ടില്ലേ കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറി സാധനങ്ങളൊക്കെ കൊണ്ടുവരികയാണ്. പച്ചക്കറി സാധനങ്ങള് ഒക്കെ കൊണ്ടുവരികയാണ് ഇവരൊക്കെ. ആ യൂട്യൂബ് ഡാലേഗ. ഇവിടെ ഒരു കട ഉണ്ട് കേട്ടോ. പിന്നെ ഇവർക്ക് ലോറിക്കാർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കാത്തവർക്കൊക്കെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം. റൊട്ടി ചോറ് കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. അപ്പൊ ഇവിടെ ഒരു പയ്യുണ്ട് കേട്ടോ, ബാംഗ്ലൂരിൽ നിന്നാണ്. ആ ബാംഗ്ലൂർ സെ ആയ ड्राइवर आपका लोड नहीं है, ये 4-5 दिन हो रहा। हाँ आप बैंगलोर से कब तक? अरुणाचल से आया, बाद में इधर आया। हाँ ठीक है. अभी लोड नहीं ओके. कैसा आपका काम? अच्छा है. अच्छा हाँ 2 आदमी बैंगलोर से अच्छा ठीक है. എന്റെ വീട് കാണാൻ വന്നാണ്. मेरा घर है इधर, मेरा घर कैसा? मेरा घर बढ़िया. आपका चाहिए मेरा घर? आपका घर लोरी है ना?
लॉरी मेरा घर, ये मेरा घर. नीचे बिछाया क्या हाँ ठीक है. पुराना 13 years old. हाँ अच्छा गाड़ी, अच्छा गाड़ी. हाँ ഈ പമ്പ് ഞാൻ പറഞ്ഞില്ലേ വലിയ പമ്പാട്ടോ. കണ്ടില്ലേ ഇവിടെ പെട്രോൾ ഡീസൽ ഇതൊക്കെ അടിക്കാനായി ഒരുപാട് കുറ്റികളുണ്ട്. കാരണം അവിടെ ഒരുപാടുണ്ട്. ഇപ്പുറത്ത് കണ്ടില്ലേ അങ്ങനെ ഇഷ്ടം പോലെ. എത്ര വണ്ടി വന്നാലും ഇങ്ങനെ നിൽക്കണ്ട, വെയിറ്റ് ചെയ്യണ്ട, അത്രയ്ക്കും വലിയ സെറ്റപ്പ് പമ്പാണിത്. പിന്നെ ഇവിടെ ജോലിക്കാരൊക്കെ കൂടുതൽ ഇവിടുന്നുള്ളവരാണ്. പിന്നെ മേഘാലയ ഫുള്ള് പെണ്ണുങ്ങളാണ്. ഒക്കെ മേഘാലയയിലുള്ളവരാണ് ഇവിടെ ഉള്ളവരൊക്കെ. മേഘാലയ സൈഡിലായതുകൊണ്ടേ 94-34 രൂപയുള്ളൂ. ഇത് ബോർഡറാണ് വരുന്നത്. അപ്പോൾ ഇവിടെ റേറ്റ് കുറവാണ്. മേഘാലയ സൈഡിലാണ് ഈ പമ്പ്. ആസാമിലാണെങ്കിൽ കൂടുകയും ചെയ്യും. അപ്പോൾ ആൾക്കാർ മിക്കവാറും ആസാമെന്നൊക്കെ ഇങ്ങോട്ടാവും പെട്രോൾ അടിക്കാൻ വരുന്നുണ്ടാകുക, ബോർഡർ ആയതുകൊണ്ട്. എന്തായാലും പോകുമ്പോൾ ഇവിടുന്ന് പെട്രോൾ അടിക്കണം. ഇത് മേഘാലയ ആയതുകൊണ്ട് ഇവിടുന്ന് റേറ്റ് കുറവല്ല. അപ്പോൾ ഇവിടുന്ന് പെട്രോൾ അടിച്ചിട്ട് പോകണം. അപ്പം ഞാൻ പമ്പിൻ്റെ തൊട്ടടുത്തുള്ളൊരു കടയിൽ നിന്ന് റൊട്ടിയും അതുപോലെ കറിയും 80 റുപ്യാണെന്ന് പറഞ്ഞത്. ഇവിടെ പിന്നെ പുറത്തുനിന്നൊന്നും അങ്ങനെ ആരും വരൂല. ഇവിടെ വണ്ടിക്കാർ മാത്രമേ വരുള്ളൂ. അപ്പം നല്ല റേറ്റാണ് ഇവിടെ. എന്തായാലും ഇവിടുന്ന് പുറത്തേക്കൊന്നും പോകണ്ട, ഇവിടുന്ന് തന്നെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് തൽക്കാലം ഇവിടുന്ന് കഴിക്കട്ടെ. ഞാനവിടെ കുക്കിങ്ങിനുള്ള പരിപാടി നോക്കിയിട്ടോ. അതിൽ ബാംഗ്ലൂരത്തെ സുഹൃത്തുക്കളുണ്ട് വണ്ടിയായിട്ട് വന്നിട്ട്. അപ്പോൾ ഓല് പിന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് ഇവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇവരെ കൂട്ടത്തിൽ കൂടെയാണ് ഞാനും. ഭക്ഷണം ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ. പച്ചക്കറികളൊക്കെ മല്ലിച്ചപ്പാണ്, ഈ വല്ലുള്ളി അതേമാതിരി ക്യാരറ്റ് കാര്യങ്ങളൊക്കെ കേക്ക് വെച്ചിട്ടുണ്ട്. ഇനി മല്ലിച്ചപ്പാണ് കേൾക്കാൻ പോണത്. അപ്പൊ നല്ലൊരു കുക്കായി മാറിയിട്ടെ അവനെ നിങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത്. അതൊക്കെ പരിപാടി ചെയ്തിട്ടുള്ളത്. തക്കാളിയൊക്കെ പകുതി മുറിച്ചതാണ്. പിന്നെ ഞാനിപ്പോ ഇവിടെ മല്ലിച്ചപ്പ് കാര്യങ്ങളൊക്കെ കേക്ക് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ മുറിച്ച് കറികളും കാര്യങ്ങളൊക്കെ ബാക്കി സെറ്റാക്കണം. കറിയൊക്കെ ഇങ്ങനെ തിളച്ച് സെറ്റപ്പായി വരുന്നുണ്ട് കേട്ടോ. ഓ കാണാൻ തന്നെ എന്താ ലുക്ക് തോന്നി. ഇപ്പൊ കഴിക്കുമ്പോ എങ്ങനെയാണാവോ. അവിടെ അരി ഗ്ലാസ്സിൽ കളന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ പിന്നെ വല്ലുള്ളി അതുപോലെ ക്യാരറ്റൊക്കെ അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. വല്ലുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ. പക്ഷേ കുറച്ചൊക്കെ മൊരിഞ്ഞിട്ടുള്ളൂ, അധികം ചൂടായിട്ടില്ല. ഇവരാണ് ഇതിൻ്റെയൊക്കെ ആൾക്കാർ. ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓ മുളകിട്ടു. അങ്ങനെ ക്യാരറ്റ് ഇടുകയാണ്. ക്യാരറ്റ് ഒക്കെ ഇട്ടുണ്ട് കേട്ടോ. ആരോ കോച്ചിങ്ങിലൊക്കെയാണ് ഈ പരിപാടി നടക്കുന്നത്. ഒരാൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അയാളെ കോച്ചിങ്ങിലാണ് ഇപ്പൊ ഈ കുക്കിംഗ് നടക്കുന്നത്. ഇനി മല്ലിച്ചപ്പും ബീൻസും ബാക്കിയുണ്ട്. ബീൻസ് ഇടാൻ കേട്ടോ. പരിപ്പ് ഉടക്കിയാണ് ഇട്ടത്. ഉടച്ചൊരു പരുവത്തിലാക്കുകയാണ് പരിപ്പ്. ഉപ്പിടാണ് കേട്ടോ. ഉപ്പിടാണ്. മല്ലിപ്പൊടി ഇട്ടു. കുമ്പൊടി മസാല ഇട്ടു കേട്ടോ. ಅದಕ್ಕೆ ಸ್ವಲ್ಪ ನೀರು ಹಾಕ್ಬಿಟ್ಟು രണ്ടാളുകളാണ് ഇവരുള്ളത്. ഇത് ഹനുമന്ത് റെഡ്ഡി. നാം ആപ്കാ നാം ഹനുമന്ത് റെഡ്ഡിയാനാ? ഹനുമന്ത് റെഡ്ഡി. ഹനുമന്ത് റെഡ്ഡി. ഇതർ ദേക്കിയേ. അപ്പോ ഇന്നലെ ഇവര് വൈകുന്നേരം പിന്നെ സിറ്റിയിൽ പോവാണ് പറഞ്ഞു. അപ്പൊ ഞാനും വെറുതെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് സിനിമയ്ക്കാണ്, ഞാനത് അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഇവര് സിനിമയ്ക്ക് ഡാക്കു മഹാരാജ് പറഞ്ഞൊരു തെലുഗു മൂവിയാണ്. പിന്നെ ബാലകൃഷ്ണ അറിഞ്ഞ നടന്റെ. അങ്ങനെ പിന്നെ സെൻട്രൽ മാളില് PVR പോയിട്ട് അങ്ങനെ സിനിമയൊക്കെ കണ്ട് രാത്രി അങ്ങനെ തിരിച്ചു പോകുന്നു.
കറീൻ്റെ ലാസ്റ്റ് കട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മല്ലിച്ചപ്പൊക്കെ വെതറിയിട്ടുണ്ട്. ഇപ്പോൾ അവസാനമായിട്ട് ഈ ഒരു രൂപത്തിലാണ് കറി കാണാൻ പറ്റുക. കറി വാങ്ങി വെച്ചതിന് ശേഷം ചോറാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇവർക്ക് കുക്കറൊന്നുമില്ല, അപ്പോൾ ഇങ്ങനത്തെ ഒരു പാത്രം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ ചോറും വെച്ചിട്ടുണ്ട്. വിചാരിച്ചതിനേക്കാളും വലിയ പരിപാടി കേട്ടോ. ഇവിടെ മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ചോറ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്, കറിയും അതുപോലെ റെഡി ആയിട്ടുണ്ട്. റോസ്റ്റിനുള്ള മുട്ട ഇതാ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതൊക്കെ 4 പൊളിക്കുകയാണ്. ഗംഭീര പരിപാടിയാണ് ഇവിടെ. അപ്പോൾ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ചോറൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോറും കറികളൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കേസാ ബടിയാ तुम बोलना कैसा है? കറി അതുപോലെ മുട്ട റോസ്റ്റൊക്കെ കിട്ടും. സംഭവം അടിപൊളിയാണ്, കിടിലാണ്. വിചാരിച്ചതിനേക്കാൾ ടോപ്പാണ്. ഇപ്പോൾ യാത്ര എങ്ങനെയൊക്കെയാണ് പോണത്. ഒറ്റയ്ക്കാണ് വന്നതെങ്കിലും പല സ്ഥലങ്ങളിൽ കൂടി പല ആളുകളൊപ്പം യാത്ര ചെയ്യുന്നു, അതുപോലെ പല ആളുകളൊപ്പം ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെയൊക്കെ നല്ല രസകരമായ രീതിയിലാണ് ഇത് മുന്നോട്ട് പോണത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക്സ്. ബൈ ബൈ.